വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കറിയാം. നമസ്കാരം, ഞാൻ ബിന്നിച്ചൻ തോമസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തത കൊണ്ട് ചെറിയ തോതിൽ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മണ്ണിൽ പൊന്നു വിളയ്ക്കുന്ന മലയാളി എന്നൊക്കെ. വലിയ വലിയ ഏക്കറേ സ്ഥലത്ത് പൊന്നു വിളയിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ലോകത്തെല്ലാ ആൾക്കാരും ചെറിയ സ്ഥലത്തും പൊന്നു വിളയിക്കാറുണ്ട്. പൊന്നെന്ന് പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്ന കൃഷികൾ തന്നെയാണ്. അപ്പം ഇന്ന് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി ആൾക്കാരോട് ചോദിക്കുന്നത്, ചേട്ടാ അവിടുത്തെ ആൾക്കാർ എങ്ങനെയുണ്ട്, ചില ആൾക്കാർക്ക് മോശമായിട്ട് പെരുമാറുമോ? ഒന്നുമല്ല, നമ്മൾ എങ്ങനെ അങ്ങോട്ട് പെരുമാറുന്നു അങ്ങനെ തിരിച്ച് നമുക്ക് കിട്ടും. പിന്നെ ലോകത്ത് എവിടെ ചെന്നാലും ഒരു ചെറിയ മൈനോറിറ്റി ഉണ്ട് മോശമായ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ലതാണ്. എനിക്ക് UK നിന്നപ്പോഴും ഇവിടെ നിന്നപ്പോഴും എന്നോട് ആരും ഒരു മോശമായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല. അപ്പം നമുക്ക് നേരെ സമയം കളയുന്നില്ല, പട്ടപട്ടാന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് എല്ലാം 10 സെൻറ്റിൽ എന്തൊക്കെ പൊന്നാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഏതായാലും നേരെ നമുക്ക് എൻ്റെ ഏറ്റവും അടുത്ത ഓസ്ട്രേലിയക്കാരനായ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. നമ്മുടെ ലോറിയുടെ വീട്ടിൽ വന്നേക്കാണ്. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഫ്രണ്ട്, ഇറ്റ്സ് എ ഫാമിലി മെമ്പർ, ലോറി ആൻഡ് ജെന്നി ഒരു ഇച്ചിരി ഷൈയാണ് വീടേക്കകത്ത് വരാത്തത്. അപ്പോൾ ഇത് ലോറിയുടെ വീട്ടിൽ വന്ന് നമുക്ക് ലോറി കുറേ ഗാർഡൻ, ഇവർ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം. Can you show me everything, Lori? Yeah, sure. Yeah, Lori, vegetable in the front garden, which Australians don't do. Yeah, I know. Yeah, ഇവിടെ എന്താണ് ലോറിയുടെ ആദ്യത്തെ വെജിറ്റബിൾ ഗാർഡൻ ഇത് കണ്ടില്ലേ? What is this, Lori? Oh, have lemon. Oh, lemon. Miniature lemon. അത് ചെറിയ മിനിയേച്ചർ ലെമണാണ്. ഇഷ്ടം പോലെ ലെമൺ ഇവിടെ ഉണ്ട്. And this one, zucchini. Zucchini, yeah. Zucchini is nearly finished, isn't it? Yeah, nearly finished. This is Jenny's all to get the bees to pollinate. Yeah, bees, yeah. അതായത് ഇത് ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ബീസ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടത്തി. അതാണ് സംഭവം. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. പംകിൻ ഉണ്ട്. ഓ, there's a pumpkin there. Oh yeah, it's growing. Yeah, there. Pumpkin, yeah. There's a pumpkin there. കണ്ടോ? ഇഷ്ടം പോലെ സുക്കീനി അവിടെ ഉണ്ട്. കുക്കുംബറിൻ്റെ തന്നെ വേറെ വകഭേദമാണ് സുക്കീനി. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല. ടൊമാറ്റോസ് ഇഷ്ടം പോലെ ടൊമാറ്റോസ് കിടപ്പുണ്ട്. പുറകിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം കാണിക്കാം. ഈ റുബാവ് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. നമ്മുടെ ഈ ഇത് കണ്ടി, ഇത് മേക്ക് ജാം ആൻഡ് സ്വീറ്റ് ആൻഡ് കൈൻഡ് ഓഫ് സ്റ്റാഫ്, isn't it, Lori? Yeah, ജാമും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന റുബാബ്, പിന്നെ ടൊമാറ്റോസ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. So there are a lot of stuff in the backyard, Lori, isn't it? Yeah, a lot. Yeah. This is zucchini again, yeah. Lot of zucchini is here. ഇഷ്ടം പോലെ അവിടെ കിടപ്പുണ്ട്. I think I got last week, you gave me more. Yeah, give you more. It's a nice one. One of the best organic one, isn't it? Yeah, all organic. Organic. No pesticide used, isn't it, Lori? No, none. No. ഈ ലോറിയും ജെന്നി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ ഉണ്ടാക്കിയിട്ട് നമുക്കിഷ്ടം പോലെ തരും. അതാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞുള്ളൂ. വളരെ നല്ല മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചെയ്യുന്നു, അതിനപ്പുറമാണ് ഇവർ തരുന്നില്ലേ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇഷ്ടം പോലെ വെയിറ്റ് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ട് തന്നുണ്ട്. ഇനി കുറച്ച് കാഴ്ചകളുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് കാണാം. ഇതുകൊണ്ട് ഇത് സ്വീറ്റ് കോണാണ്, നമ്മുടെ കോണാണ്. വീടിൻ്റെ ഫ്രണ്ട് ഇച്ചിരി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പറിച്ച് കാണുന്നില്ലേ. ഞാൻ ഓപ്പൺ ലോറി. Is it nearly ready to eat? Yeah, ready to eat. Ready to eat. സ്വീറ്റ് കോൺ കണ്ടല്ലോ, അടിപൊളി. ഞാൻ ഒന്നാന്തര പെസ്റ്റിസൈഡ് ഒന്നും ഉപയോഗിക്കാത്ത നല്ല ഓർഗാനിക് സംഭവം കണ്ട സ്വീറ്റ് കോൺ. ഇത് മുഴുവൻ ഈ സൈഡ് മുഴുവൻ സ്വീറ്റ് കോണാണ് വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാം ഈ സ്വീറ്റ് കോണാണ്. നമുക്ക് ആവശ്യത്തിന് വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. ആൻഡ് ദിസ് ഈസ് ക്യൂക്കുംബർ. ഓക്കെ, സുക്കീനി കഴിഞ്ഞു, അത് കുക്കുംബറാണ്. ഇത് കുക്കുംബറാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് കൊണ്ട് തന്നായിരുന്നു കുറച്ച്. നമ്മുടെ വിളവെടുപ്പാണ്, ചെറിയ തൊഴിൽ വിളവെടുപ്പ്. കുക്കുംബർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ, ലോറി, isn't it? Cucumber, zucchini. What's the difference, zucchini and the cucumber? Little bit. Zucchini, no seed inside. Okay. And you cook. Yeah. But this raw. Raw, and you can eat. Both you can eat, isn't it? Yeah, both. Yeah. And it grows on the vine. Oh, okay. വളരെ നീറ്റായിട്ടാണ് ഇവർ രാവിലെ ഇറങ്ങും ഗാർഡനിൽ. എന്നിട്ട് ഇവരുടെ ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഈ ഗാർഡനകത്ത് ചിലവഴിക്കും. അല്ലാതെ TV കണ്ടുകൊണ്ടല്ല ചിലവഴിക്കുന്നത്. Chili. Oh, വലിയ green. This is not green chili. It's a kind of green chili, isn't it? Yeah. We can make bhaji with this. Yeah. Bhaji. You like bhaji, isn't it? Yeah. Indian bhaji, yeah? You made last time, remember? പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഇത് വീടിനല്ല, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ സോളാർ വേലാണ്. റൺ ബൈ സോളാർ ലോറി. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ വീഡിയോ സോളാർ വേലാണ് സംഭവം. ദിസ് ഇസ് എ ബാറ്ററി, ടെസ്ലയുടെ അല്ലേ, ടെസ്ല ബാറ്ററി. ടെസ്ല ബാറ്ററി ഉണ്ട്. ഇത് വല്ല കറണ്ട് വെളിയിൽ നിന്ന് എടുക്കുന്നില്ല. Whole house is run by the battery, solar panel ആണ് ഇത്. Okay.
And the backyard. This is a backyard. Side yard. Side yard. It's not the backyard. Side yard. അല്ലേ അപ്പോൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്കിവിടെ പൂക്കളും ഫ്ലവർ ഇത് ജെന്നിയുടെയാണ് ഈ കളക്ഷൻസ് എല്ലാം ഇങ്ങനെയുള്ള സംഭവം. And what is this lorry? Cabbage. Cabbage. Ooh, look at that. It's nearly, isn't it? Yeah. How long it takes? This one. ഇതുണ്ടോ Yeah, bit longer. ക്യാബേജ് ആയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതിങ്ങനെ വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇതൊന്നും കയറാൻ ഈച്ച അങ്ങനെയൊന്നും കയറാതിരിക്കാനായിട്ടാണ്. കാരണം കുത്തി അല്ലെങ്കിൽ ചിലപ്പം കളയും, അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ that's nearly, isn't it? Yeah, Maybe bit longer. bit longer, Yeah. Halfway. Halfway, yeah. So when you keep this one down and there's no insects go inside. Yeah, stop the white fly Okay. that eats. Okay. And there are a lot of cherry tomatoes. Yeah, lots of cherry tomatoes. Yeah. And there's another one. Jenny told me, ഇവിടെ പാമ്പനെ വെച്ചിട്ടുണ്ട്. ഒരു ടോയ് പാമ്പാണ്. സ്നേക്ക്, അതായത് stop the bird. അതെ, പക്ഷികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാധനം കാണുമ്പോൾ അവർ പോവും. And that one's basil. ബാസിൽ, ഇതാണ് ഈ പാമ്പ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പക്ഷികളപ്പോൾ പെട്ടെന്ന് അടുക്കില്ല. ഇതിനെ ഇവിടെ തന്നെ വെക്കല മൂവ് ചെയ്യും അവിടെ ഇവിടെ. അപ്പോൾ അവർ ഓർക്കും ഇതിന് ജീവനുണ്ടെന്ന് വിചാരിച്ച് പക്ഷികൾ തൽക്കാലത്തേക്ക് അടുക്കല കണ്ടിട്ട്. അതുകൊണ്ടാണ് ആ സംഭവം അങ്ങനെ വെച്ചേക്കുന്നത്. So there are a lot of cherry tomatoes. Yeah, heaps of tomatoes. Very sweet and, isn't it? Yeah. It's Yeah, we sweet. gave you some. Chili, yeah. Hot chili. Hot chili? Yeah, that Very one's hot. hot. That's very hot. നമ്മുടെ നാട്ടിലെ കാന്താരി അല്ല, അതുപോലെ കിട്ടുന്നതിന് വെപ്പാൻ തോന്നുന്നു അല്ലേ, ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും. You like a lot of Indian food and stuff, Yeah. isn't it? Lime tree. Oh, lime tree. It's not much yet at the moment. Yeah, not yet. ഇഷ്ടം പോലെ Maybe കായ്ക്കാനുണ്ട്. next ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇഷ്ടം പോലെ കായ്ക്കാനുണ്ട്. പക്ഷെ ഇപ്പം ഈ കായില്ല സംഭവം. year. Yeah, mint. ഓ, മിൻറ്റ് അല്ലേ, മിൻറ്റ് നമ്മുടെ അത്യാവശ്യം എല്ലാത്തിനും ഉപയോഗിക്കുന്ന മിൻറ്റുണ്ട്. പിന്നെ Beetroot. ബീറ്റ്റൂട്ട് അത് ബീറ്റ്റൂട്ടാണ്. More pumpkins. Pumpkin അവിടെ ഒരു what is the color is like that, boy? It's still young. It's Sorry? yellow pumpkin. French pumpkin. ഓ, ഇത് ഫ്രഞ്ച് പംകിൻ ആണ്. ഓക്കെ, അതാണ് ആ യെല്ലോ കളർ അല്ലേ. Different. ലോറി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം തന്നെ ലോറി. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല ഒരു കളയൊന്നും ഇടയ്ക്കൊന്നും ഇല്ലാതെ ഇതിനകത്ത് തന്നെയാണ് അവർ ചിലവഴിക്കുന്നത്. ഇതാണ് ബാക്കി ആയിട്ടുള്ളത്. Rosemary. Oh, rosemary is very smell, isn't it? You can cook. Yeah, cook. ഭയങ്കര സ്മെൽ. ഇറച്ചിക്കകത്ത് കിടാൻ ബെസ്റ്റ് സാധനമുണ്ട് ഈ റോസ്മെറി. അപ്പോൾ അതിൻ്റെ വലിയൊരു പോട്ട് കയറി വെച്ചിട്ടുണ്ട്. It's a backyard. This is a backyard. This came through the side yard. ഇതാണ് ബാക്ക്യാർഡ് അല്ലേ. ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ലോറി വീട് പണിയുന്ന സമയത്ത് ഞാൻ ലോറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തായിരുന്നു ഈ സംഭവം. ഇതിങ്ങനെ വെക്കാനും കുറച്ച് സാധനങ്ങൾ മഡടിക്കാനും ഒക്കെ നമ്മളിങ്ങനെ ചെയ്തായിരുന്നല്ലേ. ബാക്കിയായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. Yes, this is our favorite lorry. Curry plant. My favorite one. നമ്മുടെ കറിവേപ്പില ലോറി ഇവിടെ നല്ല നീറ്റായിട്ട് സംഭവിക്കുന്നത് കേട്ടോ. നമ്മുടെ കറി ലീവ്സ് നിൽക്കുന്നുണ്ട്. അതായത് ലോറിക്കും എനിക്കും ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ഏത് കറി ഉപയോഗിക്കുന്ന അവർ കറി ലീവ്സ് ഇടും. അതുകൊണ്ടാണ് അവർ സാറിന് ഇംഗ്ലീഷുകാർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ വീട്ടിലേക്കാട്ടും വലുതായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഈ പണിതുകൊണ്ട സമയത്ത് ഞാനും ലോറി ജിജോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്തായിരുന്നു അത് ഇവിടെയൊക്കെ ചെയ്യാൻ വേണ്ടി. നല്ല ബാക്കിയാണ്, നല്ല രസമാണ്. കാരണം ഇവർ എപ്പോഴും ഇവർക്ക് ടൈം കിട്ടിക്കഴിഞ്ഞാൽ സൈക്ലിങ്ങിന് റിട്ടയർ ലൈഫാണല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഈ ഗാർഡനകത്താണ് ഒരു ഉച്ച കഴിയുന്നതിനും വരെ അവർ സ്പെൻഡ് ചെയ്യുന്നത് മുഴുവൻ. പുള്ളിക്ക് ഒരു മകളേ ഉള്ളൂ. അവരിവിടെ അല്ല, അവർ മെൽബണിലാണ് താമസിക്കുന്നത്. അവരിടയ്ക്ക് വരും. നല്ല മനുഷ്യർ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും തെറ്റിദ്ധാരണയുണ്ട്. അയ്യോ അവരങ്ങനെ അല്ല. നമ്മുടെ ഒരു സ്വന്തം വീട്ടിലെ ഒരു ഗ്രാൻഡ് പേരൻറ്റ് എങ്ങനെയാണ് നമ്മളോട് വരുന്നത് അതും അതിനെക്കാട്ടും ഇതാണ്. പിള്ളേരുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ സാധനം കൊണ്ടുവരിക, എല്ലാ സംഭവങ്ങളും വരിക. അപ്പോൾ നല്ല മനുഷ്യരാണ് ഇവിടുത്തെ. പിന്നെ കുറച്ച് കാഴ്ചകളോടെ ഉണ്ട്. Oh, this is grapes, Lord, isn't it? Grapes, yeah. Yes, the grapes yet? Not yet? No, not yet. A bit young, the plant's a bit young. അതെ, ഇച്ചിരി എങ്ങാണിത്. ഇത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഗ്രേപ്സ് കണ്ടാണ്. ഗ്രേപ്സ് ആയിട്ടില്ല. Black grape. Oh, black grape. And that one. You know, you came to Kerala last year. I mean, and you got that kambam. Yeah, underneath. Do you like that grape? Oh, yeah. I think it's similar, isn't it? Yeah, so now I plant. ലോറി കമ്പത്ത് വന്നപ്പം നമ്മുടെ നാട്ടിലെ ആ ഗ്രേപ്സ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തന്നെ ഏകദേശം ഇതിലുള്ള ഇതാണ് ഇവിടെ വെച്ചേക്കുന്നില്ലേ. More pumpkin. Oh, pumpkin. You like different pumpkin? This is different pumpkin. ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് ഫ്രഞ്ച് പംകിൻ കണ്ടല്ലേ. പല ഡിഫറെൻറ്റ് തരത്തിലുള്ള പംകിൻ കാര്യങ്ങളെല്ലാം ഉണ്ട്.
Queensland blue pumpkin. Oh, this is a Queensland blue pumpkin. Yeah. Oh, that's a big one. Yeah, the Oh, big I think pumpkin. I think another one more month isn't needed. Isn't Yeah, it? yeah. Yeah, not far. Not far. And more lime there. Yeah, more lime. Green. ഇത് പലതരത്തിൽ നമ്മളൊക്കെ സെയിം ആയിരിക്കും, സെയിം ലൈമല്ല, ഇത് പല തരത്തിലുള്ള ലൈമാണ്. ഇതാണല്ലോ ഇത് ഇച്ചിരി നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങയല്ല, അതിൻ്റെ ഒരു ടൈപ്പാണ് ഇത്. ഫ്രണ്ടിൽ നിന്നത് വേറെ ടൈപ്പ്. The green grape. ദിസ് ഈസ് എ ഗ്രീൻ ഗ്രേപ്സ് ലോറീസിനെ. ഇത് Yeah. ഗ്രീൻ ഗ്രേപ്സ് ആണല്ലേ. ഇത് ദേ ഇവിടെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, ചെറിയ തോതിലായിട്ടുണ്ട്. അത് വരും ഒരു ഐ തിങ്ക് ദേ ടേക്ക് 1 more month isn't it, Yeah. to fully mature. Snow pea. Snow peas. Yeah. And Open it up. These raw. Oh, this you can eat that one, isn't it? Yeah, yeah. Yeah, eat the whole. Oh yeah. Eat the Now the outside. Okay, yeah. Piece like that. Yeah. The ചെറിയ പീസ് ഉണ്ടോ? യെസ് ഗുഡ്. അതും വെച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറി ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ കേട്ടോ. And then we have. ഇതെന്ന് പറഞ്ഞാൽ ഹോട്ട് ഹൗസ്. ദിസ് ഈസ് ഹോട്ട് ഹൗസ് ഇല്ലോറി. അതായത് ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിക്ടോറിയ സ്റ്റേറ്റിൽ തണുപ്പുണ്ട്, ചെറിയ തോതിൽ വലിയ തണുപ്പല്ല, വലിയ UK അത്രയും തണുപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും അതിന് അവർ ഹോട്ട് ഹൗസ്, അതായത് നമ്മുടെ നാട്ടിലെ അതായത് ചൂട് വേണ്ട സാധനങ്ങൾ ഇതിനകത്താണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലെല്ലാം ഇത് കാണും, ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ കാണും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓ ലുക്ക് ദാറ്റ്. ഓ ചില്ലി, ടൊമാറ്റോസ്, ചില്ലി ഹൗസ്. ലുക്ക് ചില്ലിയൊക്കെ നല്ല ഒന്നാന്തരം ചില്ലിയുണ്ട്. Ginger, yeah. ജിഞ്ചർ, അതെ ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഇഞ്ചി എന്താ നമ്മുടെ ചില്ലി, നമ്മുടെ ടൊമാറ്റോസ്, പിന്നെ ഇവിടെ ക്യാപ്സിക്കം isn't it? Yeah, capsicum. ക്യാപ്സിക്കം. സോ ലോട്ട് ഓഫ് ചില്ലി ഹൗസ്. അത് കൊള്ളാം, അടിപൊളി. ഇതിൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിക്ടോറിയ സ്റ്റേറ്റ് ഒരു ചെറിയ തണുപ്പുള്ള സ്ഥലമാണ്. UK അത്ര തണുപ്പില്ല, എങ്കിലും തണുപ്പും മഴയും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഈ ഗ്രീൻ ഹൗസ് ആണ്, ഗ്രീൻ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചൂട് കിട്ടേണ്ട സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ കറിവേപ്പൊക്കെ ഇതിനകത്ത് കൂടി ഇച്ചിരി എടുത്ത് വെക്കാമെങ്കിൽ ആ വലിയ പൊടിക്കാതെ നല്ല രീതിയിൽ വളരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാപ്സിക്കം, നമ്മുടെ ചില്ലി, പിന്നെ ഇത് ഇഞ്ചി, ഗാർലിക് ഉണ്ടായിരുന്ന പറഞ്ഞത്, അത് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെല്ലാം ഇതിനകത്താണ് വളർന്നത്. അങ്ങനെ ചൂട് കിട്ടുക, ചെറിയ ചൂട് കിട്ടേണ്ട സംഭവങ്ങൾ. ഇത് ബീൻസാണ്, ചെറിയ ബീൻസ് ഉണ്ട്. അതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇവർ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. ഇതൊക്കെ ഇഷ്ടം പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി അവർ കൊണ്ടുതരും. പിന്നെ ഈ ചെറിയ ടൊമാറ്റോസ് ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു ഹെയ്വനാണ്, ഹെയ്വൻ വെജിറ്റബിൾസിൻ്റെ ഒരു ഹെയ്വൻ. ഇത് വേറെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വേറൊരു ടൊമാറ്റോയാണ്, നീളത്തിലുള്ള ടൊമാറ്റോ. അതിൻ്റെ പേര് മറന്നുപോയി. വേറെ ടൈപ്പിലുള്ള ടൊമാറ്റോസാണ് ഉള്ളത്. അതൊക്കെ ഏകദേശം പറിക്കാറായി ഇത് അവസാനം. സോ വെരി സ്വീറ്റ് സ്ലോറീസിൻ്റെ. ഡാലിയ. ഓ ഇത് ഡാലിയ പൂ ഇതുണ്ട്, ഡാലിയ പൂ. രസമുണ്ട് പുറകെ ഇരിക്കുന്നത് കാണാൻ. ഇവിടെ ഈ പറഞ്ഞ മുഴുവൻ ഓർഗാനിക്കാണ് സംഭവിച്ചത്. ഇതൊക്കെ ഓർഗാനിക് ഗാർഡൻ സോയിൽ, ഇതെല്ലാം പോട്ടി മിക്സ്, ഇതെല്ലാം ഓർഗാനിക് കമ്പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം ആണ് ഈ കിടക്കുന്നുണ്ട്. വേറെ ഒരു വളവും യൂസ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ഓൾ ഡിഫറെൻറ്റ് ടൊമാറ്റോസ് ഇല്ലേ നമ്മുടെ ഗാർഡനിലെ ഡിഫറെൻറ്റ് ടൊമാറ്റോസ്. These ones, no acid. Oh, no acid. Yeah, so they're good for people who get upset tummies. Oh, upset tummies. Indigestion. Okay. പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ടൊമാറ്റോസ് ആണ്. Heartburn, all that. എവറിത്തിങ്. ഇഷ്ടം പോലെ പച്ചക്കറി എനിക്ക് കിട്ടിയത് ഓറഞ്ച് എണ്ണി കൊണ്ടുവന്നിട്ടല്ലേ. ഇത് നമ്മുടെ മുമ്പേ കുറച്ച് കുക്കുംബറ, സുക്കീനി, കോണ്, എല്ലാ സംഭവങ്ങളും. ഇത് പലതരത്തിലുള്ള ടൊമാറ്റോ നമുക്ക് കാണുമ്പോൾ അറിയാം, പല വെറൈറ്റിയാണ് കേട്ടോ. വേറെ സാധനം കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇതൊരു പംകിനാണ്. ഈ പംകിൻ വാട്ട് ഈസ് കോൾഡ് ജെനി? ദിസ് വൺ Turk's turban. ടർക്സ് ടർബൻ. ഈ ടർബൻ്റെ ഷേപ്പ് ഉള്ളതായിരുന്നു അല്ലേ? ദാറ്റ്സ് ഷേപ്പ് ഓഫ് ഹെഡിന് മുകളിൽ ഒരു ടർബൻ വെച്ചേക്കുന്ന പോലെ. അതുകൊണ്ടാണ് ടർക്സ് ടർബൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഭയങ്കര നല്ല ബെസ്റ്റ് പംകിൻ. ഐ നെവർ സീൻ ദാറ്റ് വൺ ബിഫോർ. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ദ ഷോപ്സ്. No. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. I did that. We grew that last year. Oh, okay. So that's over 12 months old. 12 months old, Yeah. Okay. And then we got garlic inside. Oh, yeah. Chili. ഇത് കേട്ടോ, ഇവരുടെ ഗാർഡനിൽ നിന്നുണ്ടായ സംഭവം കണ്ടില്ലേ. അല്ലാതെ ഇവിടെ വെച്ചേക്കാണ് ചില്ലിയൊക്കെ. Why you not putting outside? Because like this one, keep inside, isn't it? Yeah, it dries better maybe inside. Yeah, it dries better. അത് അകത്ത് വെച്ചേക്കുന്നത് ഹോട്ട് ഹൗസിൽ മതി ഡ്രൈ. ഇവിടെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഡ്രൈ. അതുകൊണ്ടാണ് കിട്ടുന്നത്. ചില്ലി തൂക്കിയിട്ടേക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഈ മുളക് പത്തല്ല മുളക് ഇതായിട്ട് തൂക്കിയിട്ടേക്കുന്നുണ്ട്. അടിപൊളി. നമ്മുടെ പംകിൻ. ദിസ് ഈസ് എ ബിഗ് വൺ, ദിസ് ഈസ് എ സ്മോൾ പംകിൻ. When I need, I just cut off. Cut off. When you need it, just cut off and cook it from here. That's a good idea, Lori. That's very nice.
ആൻഡ് ദിസ് ഇത് കണ്ടില്ല, ഇത് നമ്മുടെ ജെന്നി ലോറിങ്ങിനെ നമുക്ക് ഉണ്ടാക്കി എപ്പോഴും ഒരു ജാം ഉണ്ടാക്കുമ്പോൾ അത് ഈ ഗാർഡനിൽ തരും. ആ ഗാർഡനിൽ ഉണ്ടാക്കുന്ന റുബാബില്ല, അതിൻ്റെ സ്ട്രോബെറിയുടെയും ജാമാണ്. സ്ട്രോബെറി ഉണ്ട് അപ്പുറത്തെ സൈഡിൽ, അതിൻ്റെ ജാമാണ് ഇത്. അവരെപ്പോഴും നമുക്ക് ഉണ്ടാക്കി ഓർഗാനിക് ജാം. വെരി നൈസ്, താങ്ക് യു. ഈ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അവരെപ്പോഴും തരുന്ന സംഭവങ്ങളാണ്. കണ്ടില്ല, ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുത്തരും. അത്രയ്ക്ക് സ്നേഹമുള്ള മനുഷ്യരാണ്. Anyway, thank you so much, Lori. Pleasure. Okay. Anytime. Okay, no worries. We'll see you soon. Okay, see you soon. Thank you to Jenny and thanks for that. Thank That's you. all right. All right, Lori. Thank you. You have a good day. Thank you. അപ്പോൾ നമ്മുടെ ഏറ്റവും ചങ്കായ സുഹൃത്തായ നമ്മുടെ ലൗറിയുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങി കണ്ടു. അവർ നമുക്ക് തന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതാണ് പറയുന്നത്. നമ്മളൊരു 10 സെൻറ്റ് ഉള്ളെന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് വേണമെങ്കിൽ പൊന്നു വിളയിക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും അങ്ങനെയാണ്. നമുക്ക് ഏതൊരു വീട്ടിലും മലയാളി ഇതുപോലൊക്കെ റൂൾസുകളൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു അപ്പച്ചനും അമ്മച്ചി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്താ പറയുക ഒരു ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ എന്തോ ഒക്കെ പോകണ ആൾക്കാർ നമ്മുടെ ചുറ്റും എപ്പോഴും കാണും. എന്ത് സഹായം വേണമെങ്കിലും അവർ വിളിച്ചാൽ ഒരു നമ്മൾ വിളിക്കുന്നതിന് ഇപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വന്ന് കൊണ്ടുവരും. അതപ്പോൾ അതാണ് ഈ ചെറിയ സെൻറ്റ്, ഒരു 10 സെൻറ്റ് പോലും കാണില്ല അവിടെ. ഇവിടെ ഇഷ്ടംപോലെ കൃഷികളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ, കാരണം ഇവിടെ സമ്മർ വെജിറ്റബിൾസ് ഉണ്ട്, വിൻ്റർ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം സമ്മർ വെജിറ്റബിൾസ് ആണ് കൂടുതൽ ആ സമയത്ത്. അപ്പോൾ കുറേയൊക്കെ അദ്ദേഹം നമ്മുടെ വെളുത്തുള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ പറിച്ചു, അല്ലെങ്കിൽ അതും കാണിക്കായിരുന്നു. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കറിവേപ്പിലേക്ക് നമ്മുടെ കറീസ് സ്പൈസസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുളകും കാര്യങ്ങളെല്ലാം. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കും, വളരെ നല്ല മനുഷ്യരാണ്. നമ്മൾ എന്ത് അങ്ങോട്ട്, ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അത് തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കും. അത് എത്ര എവിടെ ചെന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇന്ന ആൾക്കാർ നമ്മളെ വെറുക്കുമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. അതിപ്പം നമ്മൾ ഉറ്റവരാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അവരെ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. അപ്പം രാജ്യങ്ങളോ അല്ലെങ്കിൽ മതങ്ങളോ ഒന്നും അതിനെ വേർതിരിക്കുന്ന ഒരു അതിർവരമ്പുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ മണമുള്ള മണ്ണിൻ്റെ മണമുള്ള വീഡിയോ ആയിരുന്നു. അപ്പം അടുത്ത നല്ലൊരു സബ്ജക്റ്റുമായി വരുന്നപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.